of your family. നിങ്ങൾ എൻ്റെ സഹോദരൻ നൽകിയ സ്നേഹത്തിന് എനിക്കറിയാം. അദ്ദേഹത്തെ നിങ്ങൾ കുടുംബം പോലെയാണ് കാണുന്നത്. അതിന് ഞാൻ നിങ്ങളോട് എന്നും ആഴത്തിൽ കടപ്പെട്ടിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇവിടെ പ്രചരണം നടത്തുന്ന ഈ സമയത്ത് നിങ്ങൾ എന്നെയും നിങ്ങളുടെ കുടുംബാംഗമായി കാണുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എന്നെ കുടുംബാംഗമായി സ്വീകരിച്ചിരിക്കുകയാണ്. ആംബുലൻസ് വരുന്നുണ്ട്, നിങ്ങൾ മാറി നിൽക്കണം, വഴി മാറി. ആംബുലൻസ് വരുന്നുണ്ട്, നിങ്ങൾ വഴിമാടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവിടെയുള്ള വണ്ടികൾ മാറ്റി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആംബുലൻസ് വരുന്നുണ്ട്. Please make way for the ambulance to pass. ആംബുലൻസ് പോകാനുള്ള വഴി നിങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. So for me it is a really great honor to be the UDF candidate in this election. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആദരവായി ഞാൻ കണക്കാക്കുകയാണ്. Your land is blessed with a great history, with immense natural beauty, and your hearts have a warmth which is unusual and beautiful. ഈ രാജ്യം എന്ന് പറയുന്നത് ആംബുലൻസ് You need to clear the way for the അവിടെ ambulance. നിൽക്കുന്ന കടന്നു പോകാനുള്ള വഴിയായിരിക്കും. ആംബുലൻസ് എന്തോ Nobody is there? No patient? ഇറ്റ് ഈസ് ഓക്കെ. എന്താ പ്രശ്നമില്ല, No problem? ഇറ്റ് ഈസ് ഓക്കെ, കുഴപ്പമില്ല. Huh? Oh, okay. Okay, it's part of okay. നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ രാജ്യത്തിന് മനോഹരമായൊരു ചരിത്രമുണ്ട്. ഇവിടെ സ്വാഭാവികമായ പ്രകൃതി സൗന്ദര്യമുണ്ട്. അതുമാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരികമായ സൗന്ദര്യമുള്ളവർ, അസാധാരണമായ സൗന്ദര്യമുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ. And since I have been moving around and my brother has also told me about all the issues that you face, I have been noticing that the people of Wayanad and this area of Wayanad, you have immense potential. ഞാൻ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ വന്ന് ഇവിടെ ഇത്രയും ദിവസം പ്രചരണം നടത്തിയ ദിവസങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രത്യേക ഭാഗത്ത് നിങ്ങൾക്ക് ധാരാളം കഴിവുകളുണ്ട്. With the natural beauty that you possess, so much can be done to strengthen tourism here. ഇവിടെയുള്ള പ്രകൃതി സൗന്ദര്യം, ആ പ്രകൃതി സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ വിനോദസഞ്ചാര വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. You grow crops like coffee, rice, tea and bananas and so many other valuable crops that should be marketed properly, and if a good food processing mechanism was there, so much more could be done to enhance your livelihoods. നിങ്ങൾ ഇവിടെ കാപ്പി കൃഷി നടത്തുന്നു, നെല്ല് കൃഷി നടത്തുന്നു, തേയില കൃഷി നടത്തുന്നു, അതുപോലെ വാഴ കൃഷി നടത്തുന്നു. ഇവിടെയൊക്കെ ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, കൃത്യമായി വിപണിയിൽ എത്തിക്കാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. Yet many of you are facing very basic difficulties. പക്ഷേ നിങ്ങളിൽ പലരും അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. As you know, unemployment is at an all-time high in our country. നിങ്ങൾക്കറിയാവുന്നതുപോലെ തൊഴിലില്ലായ്മ നിരക്ക് എല്ലാ കാലത്തേതിലും ഏറ്റവും ഉയർന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത്. You work so hard to educate your children, but it is almost impossible for them to find jobs today. നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് ഇന്ന് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. My sisters are all standing here. I know how your daily struggles have been affected by the rise in prices and how difficult it is, no matter how hard you work, no matter how much you are earning, to be able to make a living and to be able to carry on from one day to the next. എനിക്കറിയാം എൻ്റെ സഹോദരിമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. വർദ്ധിച്ച വിലക്കയറ്റം മൂലം എല്ലാ ദിവസവും നിത്യജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രമാത്രമാണെന്ന്, നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് കൃത്യമായി അറിയാം. My brother fought hard for the medical college and he also achieved some success, but the facilities that have to be provided there still need to be strengthened and still need to be provided. It is sad that after all the efforts the state government has put a board there saying medical college, but still not started the activities that they should be starting for it to be a fully functional facility.
എൻ്റെ സഹോദരൻ നിങ്ങളുടെ അത്യാവശ്യ കാര്യമായ മെഡിക്കൽ കോളേജിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തു. എങ്കിലും കഷ്ടമാണ്, അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ഇന്ന് അവിടെ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ആവശ്യമായ ഒരു സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ്. I know how deeply you feel for this issue. എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം ആഴത്തിൽ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം ആഴത്തിലുള്ള ഒരു തോന്നലുണ്ടെന്ന് എനിക്കറിയാം. I worked for many years in a home of Mother Teresa's sisters, and one of my closest friends there is a sister called Sister Rosebell, who is from Mananthavadi. Okay, Yeah. Sister Rosebell. She is from Mananthavadi. Okay. ഞാൻ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരുപാട് നാളുകൾ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ഒരു സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്റർ റോസ്ബെൽറ്റ് മാനന്തവാടിയിൽ നിന്നുള്ള സിസ്റ്ററാണ്. And when she heard that I was standing from Wayanad, she called me to the home. I went to see her, and she told me, "You promised me one thing, Priyanka." So I said, "Yes, sister." She said, "You promised me that you will fight for that medical college, and however hard it is, you will not stop voicing our demand for it." And she told me that her mother was 29 years old when she passed away in the hospital here because the medical facilities were not available. നിങ്ങൾക്കറിയാവോ, ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റർ റോസ്ബെൽറ്റ്, ഞാൻ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ സിസ്റ്ററിനെ വീട്ടിൽ കാണാൻ പോയി. വീട്ടിൽ കാണാൻ പോയപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, "പ്രിയങ്ക, നിങ്ങൾ എന്നോട് ഒരു കാര്യം എനിക്ക് വാഗ്ദാനം നൽകണം. വയനാട്ടിലെ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഠിനമായി അധ്വാനിക്കാമോ, പരിശ്രമിക്കാമോ, ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. കാരണം എൻ്റെ അമ്മ 29 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ മരിച്ചു പോയതാണ്" എന്ന് സിസ്റ്റർ പറഞ്ഞു. So I promised her, and I'm promising you, that the fight Rahul ji started to establish the medical college and its full facilities in Wayanad here in Mananthavadi will be carried on by me. ഞാൻ ആ സിസ്റ്ററിന് വാഗ്ദാനം നൽകിയതുപോലെ, ആ സിസ്റ്ററിന് വാക്ക് കൊടുത്തതുപോലെ ഇന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരൻ തുടങ്ങിയ പരിശ്രമം അതിൻ്റെ പൂർത്തിയിലെത്തുന്നത് വരെ പരിശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. My tribal brothers and sisters, you face so many difficulties too. There's a lack of basic facilities, drinking water facilities, and Rahul ji did so much to provide housing and to help you to overcome these difficulties. എൻ്റെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ധാരാളം ശുദ്ധജലം ലഭ്യമാകുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്, മറ്റനവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. രാഹുൽ ജി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്താനാവുന്ന വിധം സഹായിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. But more funding is needed for your housing. More job opportunities are needed. നിങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കൂടുതൽ സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ആവശ്യമുണ്ട്. Lack of access to medical facilities is such a big issue, to health facilities, education. Rahul ji started the medical vans. I will continue that, but I will also come to you and understand how we can fight so that your problems can be alleviated and you can have a better future. ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് ആരോഗ്യ പരിരക്ഷ സംവിധാനങ്ങളുടെ അഭാവമുണ്ട്, അതുപോലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ അഭാവമുണ്ട്. രാഹുൽ ജി മെഡിക്കൽ വാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കാം എന്ന കാര്യത്തിൽ, എന്തൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന കാര്യത്തിൽ നിങ്ങളോട് കണ്ട് സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. When there are emergencies, your relatives fall sick, there is a problem, you are not able to travel because of the night road ban. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിയന്തര ആവശ്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ രാത്രി യാത്രാ നിരോധനം കാരണം പലപ്പോഴും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. And there is a massive traffic issue even on the Churam road, and alternate roads need to be found, like the Kunhome to Vilangad road. Sorry, my pronunciation I will learn. ചുരം റോഡിലും അതുപോലെ തന്നെ കുനോമി വിലങ്കാട് റോഡ്, ക്ഷമിക്കണം, അതിൻ്റെ പലപ്പോഴും ഉച്ചാരണം തെറ്റിപ്പോയാൽ ക്ഷമിക്കണം. പല റോഡിലും നിങ്ങൾക്ക് ഗതാഗത കുരുക്കിൻ്റെ, ട്രാഫിക്കിൻ്റെ പ്രശ്നമുണ്ട്. അതിന് പകരം ബദൽ റോഡുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. And the conflict that you are facing because of the wild animals that come and destroy your crops and the loss of lives, I was shocked to hear how many lives have been lost. And this is also a problem that we need to work hard together to find a resolution for.
വന്യജീവി മനുഷ്യ സംഘർഷം വയനാട്ടിലെ ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ വിളകൾ നഷ്ടപ്പെടുന്നു. അതുപോലെ ഇവിടെ എത്രമാത്രം മനുഷ്യ ജീവനുകളാണ് അതിലൂടെ നഷ്ടപ്പെടുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. The Manrega program had greatly benefited your tribal communities. But the central government funding for it has reduced and the jobs available through it have reduced. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫലമായി ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് ധാരാളം ഗുണമുണ്ടായിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അതിനുവേണ്ട സാമ്പത്തിക സഹായം കുറച്ചിരിക്കുകയാണ്. We need to raise your voice in parliament and other platforms to push the government to increase the funding again so that there is a better opportunity for you. നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിലും മറ്റു വേദികളിലും ഉയർത്തണം. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ലഭ്യമാകുന്ന ഫണ്ടിംഗ്, സാമ്പത്തിക സഹായം ഉയർത്തുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായി ശബ്ദം ഉയർത്തിയേ പറ്റൂ. The rainy season here continues much longer than in other places. And because of it, you have a lot of loss of your crop and your livelihood. അത് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ മഴക്കാലം കുറേ നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിളകൾക്ക് നാശമുണ്ടാകുന്നു. നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ജീവനോപാധിക്ക് നിങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ നേരിടുന്നു. But the policies of the central government are such that they focus on waiving loans for all their rich businessmen friends. 16 lakh crores of rupees have been waived, but they don't help or give you adequate compensation when you have such a loss of crop. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ എങ്ങനെയാണ്? അവരുടെ അതിസമ്പന്നരായ വ്യവസായ സുഹൃത്തുക്കൾക്ക് 16 ലക്ഷം കോടിയുടെ വായ്പകൾ എഴുതി തള്ളുകയാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വിള നഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. My sisters and brothers, so much more can be done if we stand together and we fight together for your needs. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പോരാടിയാൽ ഈ നാടിന് വേണ്ടി നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. Rahul ji has shown the way. He has again and again fought for you in parliament, raised your issues and tried very hard to resolve whatever problems that were possible to resolve. ഇതിൽ വഴി കാണിച്ചു തന്നിട്ടുണ്ട് രാഹുൽ ജി. അദ്ദേഹം പാർലമെന്റിൽ വളരെ ശക്തമായി നിങ്ങളുടെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. But the fundamental issue, the reason why there isn't focus on resolving your daily problems, why prices are rising across the country, why unemployment is an all-time high, the fundamental issue is that the governments that are there in the center and the state are not working for the people. നിങ്ങൾക്കറിയുമോ, ഇവിടെ വിലക്കയറ്റമുണ്ട്, അതുപോലെ നിങ്ങൾക്ക് നേരിടേണ്ട അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതെന്ന് നിങ്ങൾക്കറിയുമോ? കേന്ദ്രത്തിലുള്ള ഗവൺമെന്റുകളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിലല്ല ഗവൺമെന്റുകളുടെ ശ്രദ്ധ. Modi ji's government works only for his big businessmen friends. നരേന്ദ്ര മോദിയുടെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ അതിസമ്പന്നരായ വ്യവസായ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ്. His objective is not to give you a better life. It is not to find new jobs for your young who are educated. It is not to provide better health or education initiatives and programs. It is simply to stay in power by any means possible. നരേന്ദ്ര മോദിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ലഭ്യമാക്കലല്ല, നിങ്ങളുടെ കുട്ടിക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതല്ല, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ നൽകുന്നതല്ല, നിങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതല്ല. അദ്ദേഹത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏതു വിധേനയും അധികാരത്തിൽ തുടരുക എന്നത് മാത്രമാണ് നരേന്ദ്ര മോദിയുടെ ഒരേ ഒരു ലക്ഷ്യം. And what are those means? Those means are dividing you, spreading anger, spreading hatred amongst you. എന്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ തുടരാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ? ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഭീഷണി, അവരുടെ ഇടയിൽ ദ്വേഷം ഉണ്ടാക്കുക, ജനങ്ങളുടെ ഇടയിൽ വൈരാഗ്യം പടർത്തുക, വിദ്വേഷം പടർത്തുക, ഭയം പടർത്തുക. ഇതാണ് നരേന്ദ്രമോദി അധികാരത്തിൽ തുടരാൻ ഉപയോഗിക്കുന്നത്. Taking your rights away from you, oppressing democratic institutions,
taking your lands, giving them to big business people, taking your ports, airports, everything that rightfully belongs to the people of India and handing it to his friends. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ന്യായമായി അവകാശപ്പെട്ട ഭൂമി, നമ്മുടെ തുറമുഖങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം ജനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ വ്യവസായികളായ സുഹൃത്തുക്കൾക്ക് കൈമാറ്റം ചെയ്യുക എന്നത് മാത്രമാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. So my sisters and brothers, the fight that Rahul Gandhi ji has been fighting is your fight. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രാഹുൽ ഗാന്ധിജി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ പോരാട്ടമാണ്. It is our fight, every single one of us standing or sitting on this stage, and it is your fight, each and every Indian who loves his country and who believes in democracy and equality. രാഹുൽ ഗാന്ധിജി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മാത്രം പോരാട്ടമല്ല, ഈ വേദിയിലിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും പോരാട്ടമാണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ തുല്യതയിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പോരാട്ടമാണ് അദ്ദേഹം ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. By supporting him when he was in the most difficult situation, when Modi ji had removed his membership to parliament, when Modi ji had taken away his house and attacked him in every possible manner, you stood for what is right. രാഹുൽ ഗാന്ധിജിയുടെ അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ നിന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കി, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റി. മോദിജി അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് അയോഗ്യമാക്കിയ സമയം, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റിയ സമയം അദ്ദേഹത്തിനോടൊപ്പം നിന്നത്, അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്നത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. So my sisters and brothers of Wayanad, stand with us today in this fight as you have done before, and let us create a better future for our country, a better future for your children. Let us make Wayanad shine. Let the whole country look at Wayanad and see what a beautiful place it is and how much potential you have. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നേരത്തെ നിന്നതുപോലെ ഇന്ന് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് നിൽക്കുക. വയനാടിനൊരു മനോഹരമായ ഭാവി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ഈ ലോകം മുഴുവൻ വയനാട് തിളങ്ങുന്നതിന് വേണ്ടി, വയനാട് എത്ര മനോഹരമായ പ്രദേശമാണെന്ന് ഇന്ത്യ മുഴുവൻ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് നിൽക്കുക. Thank you for your love and for your patience in listening to me. And your patience also, Rahul ji, in listening to your sister's long speeches. And I invite Rahul ji now to speak to you and say a few words to you. Thank you. നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ ക്ഷമയ്ക്ക് നിങ്ങളോട് നന്ദി പറയുന്നു. അതുപോലെ സ്വന്തം സഹോദരിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കാൻ അദ്ദേഹം കാണിച്ച ക്ഷമയ്ക്ക് രാഹുൽ ജിയോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. രാഹുൽ ജി സംസാരിക്കുന്നതിന് വേണ്ടി രാഹുൽ ജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. प्रियंका जी, प्रियंका जी, केसी वेणुगोपाल जी, अब्दुल समाद समादाना जी, टी सिद्दीक जी, आईसी बालाकृष्णन जी, एनडी अप्पचन जी, सनी जोसेफ जी, AKM अशरफ जी, सी ममूटी जी, अहमद हादी जी, अब्दुल रहमान कल्याणी जी, PK जयलक्ष्मी जी, and our PCC president Sudhakaran ji. I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So this is the first time that I have come to a meeting to campaign for my sister. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു യോഗത്തിൽ വന്ന് എൻ്റെ അനുജത്തിക്ക് വേണ്ടി, സഹോദരിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിന് വേണ്ടി ഞാൻ. Now, normally my first election campaign, my sister campaigned for me. Second one, she campaigned for me. Third one, she campaigned for me. Fourth one, she campaigned for me. Mother's campaign, father's campaign. My sister has always been the campaigner. She has never stood for election.
നിങ്ങൾക്കറിയോ സാധാരണ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ആദ്യത്തെ ഇലക്ഷൻ എൻ്റെ സഹോദരി എനിക്ക് വേണ്ടി പ്രചരണം നടത്തി. രണ്ടാമത്തെ ഇലക്ഷൻ, മൂന്നാമത്തെ ഇലക്ഷൻ, നാലാമത്തെ ഇലക്ഷൻ, അതിലെല്ലാം എൻ്റെ സഹോദരി എനിക്ക് വേണ്ടി പ്രചരണം നടത്തി. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രചരണം നടത്തി, എൻ്റെ അച്ഛന് വേണ്ടി പ്രചരണം നടത്തി. സാധാരണ എൻ്റെ സഹോദരി എല്ലാ പ്രാവശ്യവും പ്രചാരകയായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. That should tell you something about her character. എന്തുകൊണ്ടാണ് അത്? എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു പ്രചാരകയായിട്ടാണ് എൻ്റെ സഹോദരി പ്രവർത്തിച്ചത് എന്നത് എൻ്റെ സഹോദരിയുടെ സ്വഭാവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. Now, in this meeting, I have a choice in front of me. I can either give a political speech or I can give a speech I would give to my family members. ഇന്ന് ഈ യോഗത്തിൽ എൻ്റെ മുൻപിൽ 2 തെരഞ്ഞെടുപ്പുകളുണ്ട്. ഒരർത്ഥത്തിൽ എനിക്കൊരു രാഷ്ട്രീയ പ്രസംഗം നടത്താം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പ്രസംഗവും എനിക്കിവിടെ നടത്താം. I would rather speak to you the same way I would speak to my mother or my father or my sister. So I would rather give you a speech which will tell you a little bit about the candidate herself. പക്ഷേ വയനാട്ടിലെ മാനന്തവാടിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അമ്മയോട്, എൻ്റെ സഹോദരിയോട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോട്, എൻ്റെ വീട്ടിലെ ആളുകളോട് സംസാരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പ്രസംഗത്തിലുപരി എൻ്റെ സഹോദരിയായ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. And anyway, she has already mentioned Mr. Modi and we are all bored of him, so why mention him twice? എന്ത് പറഞ്ഞാലും എൻ്റെ സഹോദരി പ്രിയങ്കാജി നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ ബോറടിച്ചിരിക്കുക. ഇനി എന്തിനാ വീണ്ടും അദ്ദേഹത്തെ പറ്റി പറയുന്നത്? So I was sitting there while she was speaking and I was thinking about my sister, and I remembered one time when we were small, my father used to make us like making us compete. So when we were small, he gave us one small camera each. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ സഹോദരി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്ത് പറയണമെന്ന്. ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാനൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ ക്യാമറ അദ്ദേഹം തന്നു. You know those types you used to get which you could throw away, the disposable ones. അതെ, നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കളയാൻ പറ്റുന്ന തരം ക്യാമറകളില്ലേ, അത്തരം ക്യാമറകളായിരുന്നു തന്നിരുന്നത്. Nowadays it's all in the phone, but earlier generation will remember that the camera used to be a separate box and sometimes you could get those cheap ones which you throw away after you use. ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അറിയില്ല, കാരണം ഇപ്പം നമ്മുടെ ക്യാമറ എല്ലാം ഫോണിലുണ്ട്. പക്ഷെ മുമ്പുള്ള തലമുറയ്ക്ക് അറിയാം, പണ്ടത്തെ കൊച്ചു ക്യാമറ നമ്മളത് ഉപയോഗിച്ച ശേഷം കളയുന്ന ഒരു തരം ക്യാമറ ഇല്ലേ, അതായിരുന്നു അദ്ദേഹം തന്നത്. So my father gave one to my sister and one to me, and he said, look, in 1 week whoever takes the best picture is going to win a prize. എൻ്റെ അച്ഛനെയും ഞങ്ങൾക്ക് 2 പേർക്കും, എനിക്ക് എൻ്റെ സഹോദരിക്ക് ഓരോ ക്യാമറ തന്നിട്ട് പറഞ്ഞു, ഓരോ ആഴ്ചക്കുള്ളിൽ നിങ്ങൾ 2 പേരിൽ ആരാണോ ഏറ്റവും നല്ല പടം എടുക്കുന്നത് ആ ആളിനൊരു സമ്മാനം ഞാൻ തരും. So for the next 1 week, my sister and me, every opportunity we got, every person we got, every flower, every animal we got, we were taking pictures. അടുത്ത ഒരാഴ്ച ഞാനും എൻ്റെ സഹോദരി എന്താ ചെയ്തത്? ഏത് മനുഷ്യനെ കണ്ടാലും, ഏത് മൃഗത്തെ കണ്ടാലും, ഏത് പൂവിനെ കണ്ടാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പടം എടുക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും ഒരാഴ്ച നടക്കുകയായിരുന്നു. I would take pictures of my grandmother, of my mother. She would take pictures of the dogs. Everybody was being photographed. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ, എൻ്റെ മുത്തശ്ശിയുടെയൊക്കെ പടം എടുക്കും, എൻ്റെ സഹോദരിയാണെങ്കിൽ അവിടെയുള്ള ഒരു നായ്ക്കുട്ടിയുടെയൊക്കെ പടം എടുക്കും. അങ്ങനെ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ എല്ലാവരെയും ഫോട്ടോ എടുത്ത് നല്ല തിരക്കിലായിരുന്നു. Now I don't remember who won the competition. I still don't remember. I won. പക്ഷേ എനിക്ക് ഓർമ്മയില്ല ആരാണ് ആ മത്സരത്തിൽ ജയിച്ചത്. Okay, she's telling me I won the competition. പ്രിയ സഹോദരി എന്നോട് പറയാണ് ഞാനാണ് ആ മത്സരം ജയിച്ചതെന്ന് എന്നോട് ഇവിടെ ഇരുന്ന് പറയുകയാണ്. But why I am telling you this story is not because of who won the competition, but because what happened 10, 15, 20, 30 years later. ഞാനിന്ന് നിങ്ങളോടത് പറയുന്നത്, ഈ കഥ പറയുന്നത് മത്സരത്തിൽ ആര് ജയിച്ചു എന്നതിൻ്റെ പേരിലല്ല, പക്ഷേ 10, 15, 20 വർഷങ്ങൾക്ക് ശേഷം, 30 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. My sister, even though she lost the competition, did not stop photography.
എന്താണെന്നറിയോ, എൻ്റെ അനുജത്തി ആ മത്സരത്തിൽ ജയിച്ചില്ല. പക്ഷെ എന്നിട്ടും ഫോട്ടോ എടുക്കുക എന്നുള്ളത്, ഫോട്ടോഗ്രാഫി എൻ്റെ അനുജത്തി സഹോദരി ഉപേക്ഷിച്ചില്ല. She persevered, she took photographs, she learned how to take photographs, and today I can confidently say she's a much better photographer than me. എന്താ ചെയ്തത്? എൻ്റെ സഹോദരി ഫോട്ടോ എടുക്കുന്നത് ഉപേക്ഷിച്ചില്ല. സ്ഥിരോത്സാഹത്തോടു കൂടി ഫോട്ടോ എടുക്കാൻ പഠിച്ചു, ഒരുപാട് ഫോട്ടോ എടുത്തു, അത് പിന്തുടരുക തന്നെ ചെയ്തു. ഇന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കും, എന്നെക്കാളും മികച്ച ഒരു ഫോട്ടോഗ്രാഫറാണ് എൻ്റെ സഹോദരി എന്ന് പറയാൻ സാധിക്കും. And not only does she take photographs, her son also takes photographs. അതെൻ്റെ സഹോദരി മാത്രമല്ല, സഹോദരിയുടെ പുത്രനും ഫോട്ടോ എടുക്കാൻ മിടുക്കനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. Now people think taking a photograph is simply just pressing the button. ആളുകൾ വിചാരിക്കുന്നത് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ, വെറുതെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതാണ് ഫോട്ടോ എടുക്കുന്നത് വിചാരിക്കുന്നത്. But in fact that's not what taking a photograph is. പക്ഷേ ഫോട്ടോ എടുക്കാന്ന് പറയുന്നത് ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നത് മാത്രമല്ല. To take a good photograph you have to understand very well the person that you are photographing. നിങ്ങൾ ഒരു നല്ല ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ വ്യക്തിയെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഒരു നല്ല ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. You have to understand what that person is feeling. ആ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്, ആ മനുഷ്യൻ എന്ത് വികാരമാണുള്ളത്, മനസ്സിൽ എന്താണുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. You have to understand what that person is feeling scared of. ആ മനുഷ്യൻ എന്താണ്, can you repeat the last part? You have to understand his fear, you have to understand his aspirations. ആ മനുഷ്യന്റെ ഭയം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം, ആ മനുഷ്യന്റെ അഭിലാഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. And most important, you have to have compassion for the other person, you have to have feeling for the other person. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതായി ആരുടെ ഫോട്ടോ നിങ്ങൾ എടുക്കുന്നോ ആ വ്യക്തിയോട് നിങ്ങൾക്ക് സഹാനുഭൂതി ഉണ്ടാവണം, ആ വ്യക്തിയോട് മാനുഷികമായിട്ടുള്ളൊരു വികാരം ഉണ്ടാവണം. Almost the photographer has to dissolve himself and become the person that he is photographing. ഫോട്ടോ എടുക്കുന്ന ആളിന് ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ ഫോട്ടോഗ്രാഫർ ആ വ്യക്തിയിൽ സ്വയം അലിഞ്ഞില്ലാതായി മറ്റു വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് നമുക്കൊരു നല്ല ഫോട്ടോ എടുക്കാൻ. He has to imagine the world from the person he is photographing's perspective. ഫോട്ടോ എടുക്കുന്ന ആളിന് ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ ആളിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ലോകത്തെ കാണാൻ സാധിക്കണം, ചിന്തിക്കാൻ, സങ്കല്പിക്കാൻ സാധിക്കണം. So for example, many politicians will see a farmer and they will say, oh, that is a farmer. ഉദാഹരണത്തിന് പല രാഷ്ട്രീയക്കാരും ഒരു കർഷകനെ കാണുമ്പോൾ പറയും, നോക്കൂ അതൊരു കർഷകനാണ് എന്ന് പറയും. My sister will never do that. എൻ്റെ സഹോദരി ഒരിക്കലും അത് ചെയ്യില്ല. My sister will see the farmer and then say, that is a father, that is a brother, he has a sister. She will try to understand that person. എൻ്റെ സഹോദരി ഒരു കർഷകനെ കാണുകയാണെങ്കിൽ ഒരിക്കലും പറയില്ല ഒരു കർഷകനാണെന്ന്. എൻ്റെ സഹോദരി എന്താണെന്നോ പറയുന്നത്, അതൊരു അച്ഛനാണ്, അതൊരു സഹോദരനാണ് എന്ന് പറഞ്ഞ്, അതൊരു മകനാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ മനസ്സിലാക്കാനായിരിക്കും എൻ്റെ സഹോദരി ശ്രമിക്കുക. She will try to understand what that person is going through. ആ മനുഷ്യൻ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാനാണ് എൻ്റെ സഹോദരി ശ്രമിക്കുക. Like we politicians will say, oh, the farmer is not getting the right price. സാധാരണ നിങ്ങൾ നോക്കൂ, സാധാരണ രാഷ്ട്രീയക്കാരെന്ത് പറയും, ആ കർഷകന് കൃത്യമായിട്ടുള്ള ശരിയായ വില ലഭിക്കുന്നില്ല. She will go and talk to the farmer and ask the farmer, how do you feel when you didn't get the right price? പക്ഷേ എൻ്റെ സഹോദരി എന്താണ് ചെയ്യുന്നത്, സഹോദരി പോയി ആ കർഷകനോട് സംസാരിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് കൃത്യമായ ശരിയായ വില കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്താ തോന്നിയത്? How did you feel when you could not pay your son's school fees? നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസ് കൊടുക്കാതിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ നിങ്ങൾക്ക് തോന്നിയതെന്നായിരിക്കും എൻ്റെ സഹോദരി ചോദിക്കുക. How did you feel when you saw your mother was in the ICU and you could not pay for her fees? നിങ്ങളുടെ അമ്മ ICUവിൽ കിടന്നപ്പോൾ ആ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ട പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയിട്ടുണ്ടാവുക എന്നാണ് സഹോദരി ചോദിക്കുക. So she's traveled a long distance from the little girl who was taking the photographs. എൻ്റെ സഹോദരി അന്ന് ഫോട്ടോ എടുത്ത ആ ചെറിയ പെൺകുട്ടിയിൽ നിന്നും ഒരുപാട് ദൂരം ഇന്ന് സഞ്ചരിച്ചു. And the distance traveled is all about understanding the other person. എൻ്റെ സഹോദരി സഞ്ചരിച്ച ഈ വലിയ ദൂരം എന്ന് പറയുന്നത് ആ ദൂരം മുഴുവൻ മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കിയാണ് ഈ ദൂരം സഞ്ചരിച്ചത്. Defending the interest of the other person. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ്. Everybody likes to put labels. He's a farmer. He's a laborer. He's a businessman. He's a Hindu. He's a Muslim. He's a Sikh. He's a Christian. She goes behind the label.
നമ്മൾ എല്ലാവരും എന്താ പറയുന്നത്, എല്ലാവർക്കും ഓരോ അടയാളങ്ങൾ മേൽവിലാസം കൊടുക്കും. അത് കർഷകരാണ്, ഇത് തൊഴിലാളിയാണ്, ഇത് ബിസിനസ്സുകാരനാണ്, ഇത് ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, സിഖാണ്. പക്ഷേ എൻ്റെ സഹോദരി മനുഷ്യർക്ക് കൊടുക്കുന്ന ഈ എല്ലാ അടയാളങ്ങൾക്കും മേൽവിലാസങ്ങൾക്കും ഉപരിയായി ചിന്തിക്കുന്ന ആളാണ്. She understands that the beauty is that everybody has millions and millions of labels. അദ്ദേഹം എൻ്റെ സഹോദരി മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറയോ? ഇതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ലക്ഷക്കണക്കിന് അടയാളങ്ങളുണ്ട്, വിലാസങ്ങളുണ്ട്. Every single person is unique. Everything is unique. ഓരോരുത്തരും വ്യത്യസ്തതയുള്ള സ്വഭാവമാണ്. എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. Someone might see a weakness, she will see a strength. മറ്റൊരാൾ ഏറ്റവും ദുർബലമായി കാണുന്നിടത്ത് എൻ്റെ സഹോദരി കാണുന്നത് ഒരു പക്ഷേ ഏറ്റവും വലിയ ശക്തിയായിരിക്കും. That is my sister. അതാണ് എൻ്റെ സഹോദരി. Now I am lucky to have her as a sister. I am lucky to have her as a sister. ഇങ്ങനെ ഒരു സഹോദരിയെ ലഭിക്കാൻ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള ആളാണ്. Now you are also lucky to have her as a sister. ഇപ്പൊ ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരിയെ സഹോദരിയായിട്ട് കിട്ടാൻ നിങ്ങളും ഭാഗ്യം ചെയ്തവരാണ്. And she can do more roles than me. She can do more roles than me. ഒരുപാട് കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ സഹോദരിക്ക് ചെയ്യാൻ സാധിക്കും. I cannot be mother, she can be mother. എനിക്ക് അമ്മയാവാൻ സാധിക്കില്ല, പക്ഷെ എൻ്റെ സഹോദരിക്ക് അമ്മയാവാൻ സാധിക്കും. Right? So she is going to be like your sister, like your mother, like your daughter. എൻ്റെ സഹോദരി നിങ്ങളുടെ അമ്മയെ പോലെ ആകാൻ പോവുകയാണ്, നിങ്ങളുടെ മകളെ പോലെ ആകാൻ പോവുകയാണ്, നിങ്ങളുടെ സഹോദരി ആകാൻ പോവുകയാണ് എൻ്റെ സഹോദരി. And sometimes I am a little more logical. ചിലപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയെക്കാളും കുറച്ചുകൂടെ കാര്യകാരണ സഹിതം യുക്തിപരമായി ചിന്തിക്കുന്ന ആളാണ്. But she is more emotional than me. പക്ഷേ എന്നെക്കാളും വൈകാരികമായി ചിന്തിക്കുന്ന വൈകാരികതയുള്ള ആളാണ് എൻ്റെ സഹോദരി. So I am confident that you now have the best possible MP that you could get. You're going to get the best possible MP that you could get. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യമായ ഏറ്റവും മികച്ച ജനപ്രതിനിധിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. She is not going to let go of any problem that you put in front of her. നിങ്ങൾ എൻ്റെ സഹോദരിക്ക് മുൻപിൽ കൊണ്ടുവരുന്ന ഒരു പ്രശ്നവും പരിഹരിക്കാതെ എൻ്റെ സഹോദരി ഒരിക്കലും അത് പരിഹരിക്കാതിരിക്കാൻ പോകുന്നില്ല. Like the little girl who didn't let go of the camera for 35-40 years and learned how to use the camera and became better and better at it. She's not going to let go of your problems. എങ്ങനെയാണ് ഒരു ചെറിയ പെൺകുട്ടി 30-35 വർഷം കയ്യിലുണ്ടായിരുന്ന ആ ക്യാമറ കളയാതെ അതിൽ പരിശീലിച്ച് മികച്ച ഒരു ഫോട്ടോഗ്രാഫർ ആയത്, അതുപോലെ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, പ്രശ്നങ്ങൾ വെറുതെ വിടുന്ന ഒരിക്കലും എൻ്റെ സഹോദരി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വിടില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. I'm confidently saying that to you. ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ്. There could not be a better person as your member of parliament. നിങ്ങൾക്ക് ഞാൻ വീണ്ടും ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളോട് പറയുകയാണ്, ഇതിലും മികച്ച ഒരു ജനപ്രതിനിധിയെ നിങ്ങൾക്ക് ലഭിക്കില്ല, മറ്റൊരു മികച്ച പ്രതിനിധി ഉണ്ടാവില്ല എന്ന് പറയുക. This is not a political argument I'm making. ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് ഒരു രാഷ്ട്രീയ വാദമല്ല നിങ്ങളോട് പറയുന്നത്. This is a human argument I'm making. ഒരു മാനുഷികമായിട്ടുള്ള ഒരു വാദമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. And in today's world, human argument is very important, has been forgotten. ശരിക്കും നമ്മൾ ഇന്നത്തെ ലോകത്ത് മറന്നു പോകുന്നത് എന്താ? മാനുഷികമായ ചിന്തകൾ, മാനുഷികമായ വാദങ്ങൾ, അത് വളരെയധികം പ്രധാനപ്പെട്ടതെന്നാണ് നമ്മൾ മറക്കുന്നത്. Everywhere you see violence, you see anger, you see hatred, you don't see humanity. നിങ്ങൾ എല്ലായിടത്തും എന്താ കാണുന്നത്? അക്രമം കാണുന്നു, ദ്വേഷം കാണുന്നു, വിദ്വേഷം കാണുന്നു. നമ്മൾ മനുഷ്യത്വം കാണുന്നതേ ഇല്ല ഇന്നത്തെ ലോകത്ത്. She is the person who went and hugged the girl who was implicated in my father's assassination. She is the person who went and hugged the girl who was implicated in my father's assassination. നിങ്ങൾക്കറിയോ, എൻ്റെ സഹോദരി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതയായ സ്ത്രീയെ പോയി ആലിംഗനം ചെയ്ത ആളാണ് എൻ്റെ സഹോദരി. She said to me after she came back, after meeting Nalini, that I felt very bad for her. നളിനിയെ കണ്ട ശേഷം എൻ്റെ സഹോദരി എന്നോട് വന്ന് പറഞ്ഞ എന്താണെന്നറിയോ? നളിനിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി, അവരെക്കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമം. You please understand what I'm saying to you. The girl was implicated in her father's assassination.
She went and met her, and then she says to me that I'm feeling bad for her. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പ്രിയപ്പെട്ട മനസ്സിലാക്കുക, എൻ്റെ സഹോദരിയുടെ അച്ഛനെ കൊലപാതകം ചെയ്ത സ്ത്രീയെ, പെൺകുട്ടിയെ പോയി കണ്ട് ആ പെൺകുട്ടിയോട് സംസാരിച്ച് തിരിച്ചു വന്നിട്ട് എന്നോട് പറയാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്ത് വിഷമം തോന്നുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. That is the training that she has received. അതാണ് എൻ്റെ സഹോദരിക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനം എന്ന് പറയുന്നത്. And to me, that is the type of politics that needs to be done in India. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരി പ്രതിദാനം ചെയ്യുന്ന ആ രാഷ്ട്രീയം ഇന്ന് ഇന്ത്യയിൽ വേണ്ടത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ്. Not politics of hatred, but politics of love and affection. നമുക്ക് വേണ്ടത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമല്ല, സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ രാഷ്ട്രീയമാണ് ഈ രാജ്യത്ത് നമുക്ക് വേണ്ടത്. This morning when we were coming here, she had a list. You give me that list? ഞങ്ങൾ ഇന്ന് രാവിലെ വരുമ്പോൾ എൻ്റെ അനുജത്തിയുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പട്ടിക ഉണ്ടായിരുന്നു. I'm going to show you. Here's the list. She gave me this list. ഈ ലിസ്റ്റാണ്, ഈ ഫോണിലുണ്ട്, ലിസ്റ്റാണ് എനിക്ക് സഹോദരി എനിക്ക് നൽകിയത്. Where we will focus in the future. നമ്മൾ ഭാവിയിൽ എവിടെയാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്? Where we will fight for Wayanad's demands. നമ്മൾ എങ്ങനെയാണ് വയനാടിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണ് നമ്മൾ അതിനു വേണ്ടി പോരാടുന്നത്? Where we will strengthen Wayanad's capabilities. എങ്ങനെയാണ് നമ്മൾ വയനാടിന്റെ കഴിവുകളെ നമ്മൾ ശക്തിപ്പെടുത്താൻ പോകുന്നത്? And each one of these has many points underneath it. ഈ ലിസ്റ്റിൽ, ഈ പട്ടികയിൽ ധാരാളം പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. Food processing and storage. ഭക്ഷ്യ സംസ്കരണം, അതുപോലെ സംഭരണശാലകൾ. Tourism, infrastructure. She's already started thinking about what she can do for you. അവിടെ എന്താ പറയുന്ന അടിസ്ഥാന സൗകര്യം, ഇവിടുത്തെ ടൂറിസം, വിനോദസഞ്ചാരം, വയനാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ തന്നെ ആലോചിച്ച് തുടങ്ങി അത് ലിസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ സഹോദരി. The main fight in the country today, bigger than the fight that is taking place in Wayanad. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധം, പോരാട്ടം എന്ന് പറയുന്നത് is the fight for the constitution of our country. നമ്മുടെ രാജ്യത്തിന്റെ, അത് വയനാട്ടിലായിക്കൊള്ളട്ടെ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. The protection that we get, the greatness of our country, all emerges from the constitution. നമുക്കിന്ന് ലഭിക്കുന്ന സംരക്ഷണം, നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നതെല്ലാം ഉത്ഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്. And the constitution was not written with anger, with hatred and with arrogance. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്, ഭരണഘടന എഴുതപ്പെട്ടത് ദ്വേഷം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ധാർഷ്ട്യം കൊണ്ടോ അല്ല നമ്മുടെ ഭരണഘടന എഴുതിയത്. It was written by people who fought the British, had suffered, spent years and years and years in jail. നമ്മുടെ ഭരണഘടന എഴുതിയ ആളുകൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി കഷ്ടപ്പാടുകൾ സഹിച്ച് വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ മനുഷ്യരാണ് നമ്മുടെ ഭരണഘടന എഴുതിയത്. And they wrote the constitution with humility, with love and with affection. അവര് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് വിനയത്തോടു കൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ്, ഇഷ്ടത്തോടു കൂടിയാണ് അവർ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചത്. This is a fight between love and hatred. ഇന്ന് നമ്മൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് സ്നേഹവും വെറുപ്പും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. Between confidence and insecurity. ആത്മവിശ്വാസവും അരക്ഷിതത്വവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. Between humility and arrogance. വിനയവും ധാർഷ്ട്യത്തിനിടയിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. And I want you to think of it like that. ഞാൻ നിങ്ങളോട് അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കണം, ആ പോരാട്ടത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Hatred is not there only in Mr. Modi. നിങ്ങൾ ചിന്തിക്കുക, നരേന്ദ്രമോദിയിൽ മാത്രമല്ല വിദ്വേഷമുള്ളത്. Anger is there in everybody. Little hatred is there in everybody. എല്ലാവരുടെ ഉള്ളിലും ചെറിയ വിദ്വേഷങ്ങളൊക്കെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, കോപം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. And if you truly want to win this fight, then you must help by removing anger from your heart, by removing arrogance from your heart, by removing hatred from your heart and replacing them with love, humility and compassion. ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദ്വേഷം മാറ്റണം, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ധാർഷ്ട്യം മാറ്റണം, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വിദ്വേഷം മാറ്റണം. മറിച്ച് സ്നേഹം കൊണ്ട്, വിനയം കൊണ്ട്, ആർദ്രത കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോരാട്ടത്തിൽ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. And finally, Wayanad is the only constituency in the country that is going to have 2 members of parliament.
അവസാനമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ത്യയിൽ വയനാടാണ് ഈ രാജ്യത്തെ ഒരേ ഒരു നിയോജക മണ്ഡലം. 2 ജനപ്രതിനിധികൾ ഉണ്ടാകാൻ പോകുന്ന 2 ജനപ്രതിനിധികളുള്ള ഒരേ ഒരു നിയോജക മണ്ഡലം വയനാടാണ്. One official member of parliament and the other unofficial member of parliament. ഒരു ഔദ്യോഗിക ജനപ്രതിനിധിയും രണ്ടാമത്തെ അനൗദ്യോഗിക ജനപ്രതിനിധിയുമുള്ള 2 പ്രതിനിധികളുള്ള ഒരു പാർലമെന്റ് മണ്ഡലം. Thank you for all your support, all your love and affection, and love you very much. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും വളരെയധികം നന്ദി. ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. I'm always at your service anytime you need. നിങ്ങൾക്ക് ഏത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങളുടെ സേവനത്തിന് ഞാൻ എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലഭ്യമാണ്. Thank you. നന്ദി. എന്തായാലും 2ാം ഘട്ട പ്രചരണത്തിനായി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും എത്തിച്ചേർന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞതുപോലെ തന്നെ, അതായത് വയനാടിന് 2 പ്രതിനിധികളായിരിക്കും പാർലമെന്റിൽ ഉണ്ടാവുക. ഒരു ഔദ്യോഗിക പ്രതിനിധിയും മറ്റൊരു അനൗദ്യോഗിക പ്രതിനിധിയും, അതായത് താനും തൻ്റെ സഹോദരിയും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു നിർത്തുന്നത്. നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം. തിരൂർ സതീഷിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. BJPക്കകത്ത് ഭിന്നത ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് നീക്കം. സതീഷ് പിണറായി വിജയന്റെ ടൂളാണെന്നും തിരക്കഥയൊരുക്കിയത് AKG സെന്ററിലെന്നും ശോഭ. BJPയും തന്നെയും തകർക്കാൻ ശ്രമമെന്നും ശോഭ ആരോപിച്ചു. ഏത് ഫോൺ നമ്പറിൽ നിന്നാണ് നിരന്തരം ശോഭാ സുരേന്ദ്രനെ വിളിച്ചിരുന്നത്? കോൾ ലിസ്റ്റ് ഒന്ന് എടുക്കാൻ പറയുക. ആ കോൾ ലിസ്റ്റ് ഹാജരാക്കണം. ആ കോൾ ലിസ്റ്റ് ഹാജരാക്കുന്നതിന് മുൻപ് ശോഭാ സുരേന്ദ്രനുമായിട്ട് BJPയുടെ എല്ലാ ഓഫീസ് സെക്രട്ടറിമാർക്കും എല്ലാ നേതാക്കന്മാരുമായിട്ട് പരിചയമുണ്ടാകും. അപ്പോൾ ചുളിവിൽ പറഞ്ഞു വെക്കുകയാണ്, എന്താണ്, ഭാരതീയ ജനതാ പാർട്ടിയിൽ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ, ശോഭാ സുരേന്ദ്രന് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് സതീശനെ കൊണ്ട് ഇക്കാര്യം പറയിപ്പിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തിരക്കഥ ആരാ സൃഷ്ടിക്കുന്നത്? എന്താ ശോഭാ സുരേന്ദ്രന് സംസ്ഥാന പ്രസിഡന്റ് ആവാനുള്ള അയോഗ്യത എന്താണ്? അയോഗ്യത? ഞങ്ങളുടെ പാർട്ടിയിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കുടിലിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ് ശ്രീമാൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിജി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. ഒരു സ്കൂളിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് ജനിച്ച് കടന്നു വന്നിട്ടുള്ള ദ്രൗപദി മുർമുജി രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ദേശീയ നിർവാഹക സമിതി അംഗമായിട്ട് ശോഭാ സുരേന്ദ്രനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നൂലിൽ കെട്ടിയിട്ട് ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരാളല്ല. കൊടകര കുഴൽപ്പണക്കേസിലെ വെളിപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രന്റെ അറിവോടെ എന്നാണ് തിരൂർ സതീഷ് രാവിലെ ആരോപണം ഉന്നയിച്ചത്. നവംബർ ഡിസംബർ മാസത്തിന് മുൻപ് ഇത് തുറന്നു പറഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് ശോഭ പറഞ്ഞതായും സതീഷ് പറഞ്ഞു. കള്ളപ്പണക്കാരുമായി കെ സുരേന്ദ്രന് ബന്ധമുണ്ട്. കൂടുതൽ പറഞ്ഞാൽ BJP നേതാക്കൾ ബുദ്ധിമുട്ടിലാകുമെന്നും സതീശൻ പറഞ്ഞു. ഞാൻ ഉന്നയിച്ച പണം അവിടെ ഓഫീസിലെത്തി എന്നുള്ള കാര്യത്തിന് പ്രതികരിക്കാതെ എന്നെ വ്യക്തിഗത ചെയ്യുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യത്തിന്, പണം വന്നു എന്നുള്ള കാര്യത്തിന് ഇതുവരെ അവർ മറുപടി പറഞ്ഞിട്ടില്ല, പാർട്ടിയുടെ നേതൃത്വം. അപ്പോൾ ഈ പണം എത്ര വന്നു, എന്തെല്ലാം രീതിയിൽ ഇത് ഉപയോഗിച്ചു, ആരെല്ലാം ഇതിൽ പങ്കാളികളാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ഇവർ ഒരുപാട് നുണകൾ ഇനിയും പറയേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടി നുണകളൊക്കെ തയ്യാറാക്കിയിട്ട് ഇരുന്നോട്ടെ വരും. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയും. അതുപോലെ തന്നെ ഞാൻ പോലീസ് എന്നെ ചോദ്യം ചെയ്യാനായിട്ട്, മൊഴിയെടുക്കാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ പോലീസിനോട് ഈ വിവരങ്ങൾ ഞാൻ വെളിപ്പെടുത്തും. ഒരു തർക്കമില്ല ആ കാര്യത്തിൽ. പിന്നെ എന്നെ CPMകാർ വിലയ്ക്ക് വാങ്ങിയെന്ന്, എന്നെ ഇതുവരെ അറിയുന്ന ആളുകൾ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരാളുടെ നിന്ന് എന്തെങ്കിലും പൈസ കടം മേടിക്കാന്നല്ലാണ്ട് ഒരാൾക്കും എന്നെ വിലയ്ക്ക് മേടിക്കാനായിട്ട് പറ്റില്ല. അതൊന്നും മോഹിക്കണ്ട. ഇനി ഈ പറയുന്ന ഈ BJPയുടെ നേതാക്കന്മാർ എന്നെ വിലയ്ക്ക് വാങ്ങിയിട്ടാണ് അവിടെ കൊണ്ടിരുത്തിയത്. ഞാൻ മര്യാദയ്ക്ക് ബസ്സിൽ പണിയെടുത്ത് പോകണ്ടായിരുന്ന ആളല്ലേ. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടാണോ എന്നെ BJPയുടെ ജില്ലാ ഓഫീസ് സെക്രട്ടറി ആക്കിയത്? നിങ്ങൾ എന്നെ വിളിച്ച് അവിടെ ഇരുത്തിയതല്ലേ. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ അവിടെ രാവും പകലും ഇല്ലാണ്ട് പണിയെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓഫീസ് സെക്രട്ടറി എന്നുള്ള ചുമതലയുള്ള പണി മാത്രമാണോ നിങ്ങൾ എന്നെ ഏൽപ്പിക്കാറ്? ജില്ലാ ഭാരവാഹികളോട് ഏൽപ്പിക്കുന്ന പണികൾ പോലും അവർക്ക് ചെയ്യാൻ പറ്റാതെ, സാധിക്കാതെ ആ പണി പോലുമാണ് ഈ അനീഷ് എന്നെ ഏൽപ്പിക്കാറ്.
ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ പ്രതികരണവുമായി പി ജയരാജൻ. നിലവാരമില്ലാത്തവരോട് പ്രതികരിക്കാനില്ല എന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. ആരോപണങ്ങളെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണം. സന്ദീപ് വാര്യർ CPM-ലേക്ക് വരുന്ന കാര്യത്തിലും അവരോട് തന്നെ ചോദിക്കണമെന്നും EP പ്രതികരിച്ചു. വേറെ ഒരു കാര്യം നോക്കാം. ഈ സന്ദീപ് വാര്യർ BJP ഞാൻ നിങ്ങൾ ചോദിക്കൂ, അവരോട് തന്നെ പോയി വന്നാ സ്വീകരിക്കുമോ? നിങ്ങൾ പോയി അവരോട് ചോദിക്കൂ. ഈ രാധാകൃഷ്ണൻ മിനിസ്റ്റർ അടുത്ത റൂമിലുള്ളതുകൊണ്ടാണ് താങ്കൾ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതെന്നാണ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അന്ന് തൃശ്ശൂർ വെച്ചുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത് ഞാനതാ പറഞ്ഞ നിലവാരമുള്ളവരോട് മാത്രമേ, അവരുടെ കമൻസിൽ മാത്രമേ എന്നിൽ നിന്ന് പ്രതികരണം ഉണ്ടാകും. ശോഭാ സുരേന്ദ്രന്റെ നിലവാരമില്ല. കൊടകര കുഴൽപ്പണ കേസിൽ കേസെടുത്ത് അന്വേഷിക്കേണ്ടത് ED എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പോലീസ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു. കോടതിയിലും റിപ്പോർട്ട് നൽകി. മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ഡൽഹിയിൽ ആവശ്യപ്പെട്ടു. BJP-യുമായിട്ടുള്ള ഡീലറുകൾ അതായത് അവർ ഇതിനെതിരായിട്ട് പ്രശ്നം പറയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ED ഇടപെടാതെ, എന്തുകൊണ്ടാണ് IT ഇടപെടാതെ, ഇൻകം ടാക്സ് ഇടപെടാതെന്ന് അവർ ചോദിക്കുന്നുണ്ടോ? അവർക്ക് ആ പ്രശ്നമില്ലല്ലോ. അവർ CPM-നെ കടന്നാക്രമിക്കാൻ എന്താ വഴി കിട്ടുക നമുക്ക് നടക്കുകയാണ്. യഥാർത്ഥ വസ്തുതയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കാൻ അവർ ചെയ്യാറില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒന്നും മറച്ചു വെക്കാനില്ല. കൃത്യമായിട്ട് പുനരന്വേഷണം നടത്തണം. അതുപോലെ ED ഉൾപ്പെടെയുള്ള വിഭാഗമാണ് അത് അന്വേഷിക്കേണ്ടത്. അവരന്വേഷിക്കാൻ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തയ്യാറാവുന്നില്ല. ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനാണ്, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബോധപൂർവമാണ്. യഥാർത്ഥത്തിൽ ED-യും IT-യും വളരെ വേഗം എടുക്കേണ്ടിരുന്ന കേസ് 3 കൊല്ലമായിട്ടും എടുക്കാതിരിക്കുന്നതിൻ്റെ കൃത്യമായ അർത്ഥം BJP എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം അക്ഷരംപടി നടപ്പിലാക്കുന്ന ഒരു ഏജൻസിയാണ് ED IT എന്നുള്ളതാണ്. ജനങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. കൊടകര കുഴൽപ്പണക്കേസിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ടായെന്നും കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. കുഴൽപ്പണം എന്ത് ചെയ്തു എന്ന് സർക്കാർ അന്വേഷിച്ചില്ല. തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ഈ വിഷയം ഉപയോഗിക്കുന്നത്. കേസിൽ ED അന്വേഷണത്തിന് സംസ്ഥാനം ഔദ്യോഗികമായി ആവശ്യപ്പെടണമെന്നും മുരളീധരൻ കോഴിക്കോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഈ കൊടകര കുഴൽപ്പണ കേസിൽ ഉത്തരവാദിത്തോടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാവണം. ഈ ഇലക്ഷന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. ഇവർക്ക് ആവശ്യപ്പെടണ്ടേ ഇതിൻ്റെ അന്വേഷണം? കാരണം ഭാവിയിൽ ഉണ്ടാവരുതല്ലോ. അപ്പോൾ അടുത്ത ഈ കൊടകര കേസിൽ തന്നെ ശക്തമായിട്ടുള്ള നിലപാട് സംസ്ഥാനം സ്വീകരിക്കണം. അല്ലാതെ ഞങ്ങൾ കേന്ദ്രത്തിന് കമ്മീഷണർ ED-ക്ക് ഒരു കത്ത് കൊടുത്തു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഔദ്യോഗികമായിട്ട് കേരളം ആവശ്യപ്പെട്ടാൽ കേന്ദ്രത്തിന് മാറാൻ കഴിയില്ല. പക്ഷേ അന്വേഷിക്കുന്നത് സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. ഡീലാവാനുള്ള അന്വേഷണം ആവരുത്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ പൂര ദിവസം സ്വരാജ് റൗണ്ടിൽ ആംബുലൻസിൽ സഞ്ചരിച്ച സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്ത പോലീസ്. തൃശൂർ ഈസ്റ്റ് പോലീസാണ് CPI മണ്ഡലം സെക്രട്ടറി KB സുമേഷിന്റെ പരാതിയിൽ കേസെടുത്തത്. പൂര ദിവസം റൗണ്ടിൽ പോലീസ് നിയന്ത്രണം നിലനിൽക്കെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകുന്ന തരത്തിൽ ആംബുലൻസിൽ സഞ്ചരിച്ചു എന്ന കുറ്റമാണ് FIR-ൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി BJP-യുടെ ഇലക്ഷൻ പ്രചരണത്തിൽ ഏർപ്പെട്ടിരുന്ന വരാഹി ഏജൻസിയുടെ ജീവനക്കാരൻ അഭിഷേക് നായർ, ആംബുലൻസ് ഡ്രൈവർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. രോഗികളെ കൊണ്ടുപോകുന്നതിന് മാത്രമുള്ള ആംബുലൻസ് ദുരുപയോഗം ചെയ്തുവെന്നും FIR-ൽ പറയുന്നു. നിലവിൽ മോട്ടോർ വാഹന വകുപ്പിൽ സുരേഷ് ഗോപിയുടെ ആംബുലൻസ് യാത്രയിൽ പരാതി നിലനിൽക്കെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സുരേഷ് ഗോപിക്ക് വീണ്ടും കുരുക്ക്. ചേലക്കരയിലെ ഒറ്റത്തന്ത അധിക്ഷേപ പരാമർശത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസിൽ പരാതി. കോൺഗ്രസ് നേതാവ് VR അനൂപാണ് ചേലക്കര പോലീസിൽ പരാതി നൽകിയത്. പരാതിക്കാരനെ മൊഴിയെടുക്കാനായി പോലീസ് വിളിച്ചു വരുത്തി ഇന്ന് 12:30 മൊഴി രേഖപ്പെടുത്തി. വൈകിയെങ്കിലും സുരേഷ് ഗോപിക്കെതിരെ പോലീസ് കേസെടുത്തത് സ്വാഗതാർഹമെന്ന് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. ആംബുലൻസ് ദുരുപയോഗത്തിൽ സുരേഷ് ഗോപിക്കെതിരെ എന്തുകൊണ്ട് ഗതാഗത വകുപ്പ് കേസെടുക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. സുരേഷ് ഗോപിയെ ഗുണ്ടകൾ ആക്രമിച്ചു എന്ന ആരോപണം അന്വേഷിക്കണമെന്നും ഇതിൽ BJP നേതൃത്വം മറുപടി പറയണമെന്നും സുനിൽകുമാർ അറിയിച്ചു. കേന്ദ്ര മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള ജനങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടി അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ വളരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ആംബുലൻസിൽ കേസെടുത്തിരിക്കുകയാണ്. ആംബുലൻസിൽ സഞ്ചരിക്കാൻ പാടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആശുപത്രിയിലേക്ക് പോകേണ്ട വാഹനമാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട അത്യാഹിതമായി നിൽക്കുന്ന അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുവന്ന ഒരു നരേഷനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സുഖമില്ലാത്ത ആളുകളെ ആംബുലൻസിൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അതെല്ലാം ന്യായീകരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പലതരത്തിൽ സാമ്പത്തികമായ മാനിപ്പുലേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടും നിയമം ലംഘിച്ചുകൊണ്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിന് പക്ഷേ ജനങ്ങൾ പിന്നെ BJPക്ക് ഭൂരിപക്ഷം കൊടുത്തു എന്നുള്ളതുകൊണ്ട് നമ്മളതിനൊന്നും നമുക്ക് അതിൻ്റെ വേറെ അഭിപ്രായങ്ങൾ പറയുന്ന നടത്തുന്നുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾ അറിയണം. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് വൈകിട്ടാണെങ്കിലും കേസെടുത്തു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്, സ്വാഗതാർഹമാണ്. കാസർഗോഡ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലത്തിലെ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന കിണാവൂരിലെ രതീഷാണ് ഇന്ന് മരിച്ചത്. സാരമായി പൊള്ളലേറ്റ രതീഷ് വെന്റിലേറ്ററിൽ കഴിയവെയാണ് മരിച്ചത്. കരിന്തളം കിണാവൂർ റോഡിലെ ഓട്ടോ ഡ്രൈവർ സന്ദീപ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് വെടിക്കെട്ട് അപകടം നടന്ന 6 ദിവസം പിന്നിടവെയാണ് 2 മരണം സംഭവിച്ചത്. സംഭവത്തിൽ റിമാൻഡിലായിരുന്ന ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്റർ, സെക്രട്ടറി ഭരതൻ, വെടിപൊട്ടിച്ച രതീഷ് എന്നിവർക്ക് ഹോസ്ദൂർ കോടതി അനുവദിച്ചിരുന്ന ജാമ്യം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ജില്ലാ കോടതി റദ്ദാക്കിയിരുന്നു. അപകടത്തിൽ പൊള്ളലേറ്റ് 100ഓളം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുകയാണ്. MR അജിത് കുമാർ പോലീസിൽ രൂപീകരിച്ച സമാന്തര ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിട്ടു. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമാണ് പിരിച്ചുവിട്ടത്. 20 പോലീസ് ജില്ലകളിലായി 40 പേരെയാണ് അജിത് കുമാർ നോഡൽ ഓഫീസർമാരായി നിയമിച്ചിരുന്നത്. 40 പേരും അടിയന്തരമായി മാതൃ യൂണിറ്റുകളിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ അറിയിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും നിലവിലുള്ളപ്പോഴാണ് സമാന്തര ഇന്റലിജൻസ് സംവിധാനം. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വോട്ടുറപ്പിച്ച കോട്ടകൾ നിലനിർത്താനും നിഷ്പക്ഷ വോട്ടർമാരുടെ മനസ്സും വോട്ടും പിടിച്ചെടുക്കാനും കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികൾ. നവംബർ 5 അമേരിക്കയുടെ വിമോചന ദിനമായിരിക്കുമെന്നാണ് നോർത്ത് കരോലിനയിൽ റാലി അഭിസംബോധന ചെയ്ത ട്രംപ് ആഹ്വാനം ചെയ്തത്. 2016-ലും 2020-ലും ട്രംപ് വിജയം നേടിയ സംസ്ഥാനമാണ് നോർത്ത് കരോലിന. എന്നാൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കമല ഹാരിസ് നോർത്ത് കരോലിനയിൽ കാഴ്ചവെക്കുന്നത്. അതേസമയം ന്യൂയോർക്കിൽ പ്രചരണം തുടരുന്ന ഹാരിസ് കഴിഞ്ഞ ദിവസം പ്രശസ്ത താരം മായ റുഡോൾഫുമായി നടത്തിയ സ്കിറ്റ് ഏറെ പ്രശംസ പിടിച്ചുപറ്റി. സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ഇനി 9 നാൾ ശേഷിക്കെ പാലക്കാട് പ്രചരണം തകൃതിയാണ്. കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ വലിയ നിര തന്നെ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്ക് എത്തും. ഞങ്ങളുടെ പ്രതിനിധി രജിത് കുമാർ രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം നടത്തിയ കാഴ്ചകളിലേക്ക്. അവധിയില്ലാത്ത പ്രവർത്തനങ്ങളാണ് കൂടുതൽ ആളുകളിലേക്ക്. ഞായറാഴ്ചയാണ് ഓവർ ടൈം, കാരണം പരമാവധി ആളുകൾ വീട്ടിലുള്ള സമയമാണ്. അപ്പോൾ ഞായറാഴ്ച പരമാവധി ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച അവധിയൊന്നും അബദ്ധത്തിൽ പോലും പറയരുത്. ഞായറാഴ്ചയാണ് യഥാർത്ഥ വർക്കിംഗ് ഡേ. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ഇന്ന് കഷ്ടപ്പെടേണ്ട ദിവസം കൂടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ചേട്ടാ രാഹുൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അതേ സമയത്ത് തന്നെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നും ഈ കോൺഗ്രസിൻ്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ CPMൻ്റെ ഓഫീസിലേക്ക് ചെന്നെത്തുന്ന, ഇന്ന് പോയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അനുഭാവി എന്ന് മാത്രമാണ് അയാൾ അവിടെ അവകാശപ്പെടുന്നത്. മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റായിരുന്ന ആൾ അവകാശപ്പെടുന്നത്. ഞാൻ വേറൊരു ബ്രേക്കിംഗ് ന്യൂസ് പറയട്ടെ. കോൺഗ്രസ് വിട്ടൊരു പ്രമുഖൻ്റെ പേര് പറയട്ടെ. നിങ്ങൾ ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ട വാർത്ത, EMS നമ്പൂതിരിപ്പാട് കോൺഗ്രസ് വിട്ടു. ബ്രേക്കിംഗ് അല്ലേ? EMS നമ്പൂതിരിപ്പാട് മോശക്കാരനാണോ? EMS നമ്പൂതിരിപ്പാട് കോൺഗ്രസ് പറയട്ടെ. ഞാൻ പറയട്ടെ EMS നമ്പൂതിരിപ്പാട് കോൺഗ്രസ് വിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? EMS നമ്പൂതിരിപ്പാട് പ്രധാനപ്പെട്ട ആളാണെന്നുള്ള ഇതല്ലേ? പക്ഷെ ഇപ്പോൾ ന്യൂസ് ആവില്ല. എന്താ കാരണം? EMS ഇപ്പോഴല്ല പാർട്ടി വിട്ടത് എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന ആൾ ഇന്നലെ നിന്നാണോ പാർട്ടി വിട്ടേ? ഇദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയിലുണ്ടോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇന്ന് വരെ അദ്ദേഹം ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇന്നലെ നിങ്ങൾ പ്രായിരി, ഇപ്പം അമൃത കൊടുത്തു എന്നല്ല, പ്രായിരി മണ്ഡലം പ്രസിഡന്റ് പാർട്ടി വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഇസ്മയിൽ കേൾക്കുക. അപ്പോൾ ഞാൻ ഇസ്മയിൽ ഖാനോട് ചോദിച്ചു, നിങ്ങൾ പാർട്ടി വിട്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ വാർത്ത വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പുള്ളി ചിരിച്ചു, ഞാനും ചിരിച്ചു. അപ്പോൾ നമ്മളൊരു ആള് പാർട്ടി വിട്ടു എന്ന് പറഞ്ഞ് പറയുമ്പം ആ ആൾ ഇപ്പോൾ പാർട്ടിയിലുണ്ടോ? ആ പാർട്ടിയിൽ സജീവമായിട്ടുണ്ടോ? അപ്പോൾ ഇപ്പോൾ എന്താ PV അൻവർ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കാത്തത്? PV അൻവർ CPMൻ്റെ MLA പാർട്ടി വിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് PV അൻവർ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ലല്ലോ. PV അൻവറിനോടൊപ്പം പോയ മഹാഭൂരിപക്ഷം ആളുകൾ CPM അല്ലേ? വളരെ കാലം മുമ്പ് പോയ ആളുകൾ
ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അജണ്ടകളെ മാറ്റാൻ വേണ്ടി, നരേറ്റീവുകളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വിപുലമായ ശ്രമം, ശരിയായ ശ്രമമാണെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി തീർച്ചയായും ആലപ്പുഴക്കാരിലോ ഒരു ഫോട്ടോ സ്ക്വാഡ് ഇറങ്ങുന്നില്ലേ? എടുത്തെടുത്തു ഇങ്ങോട്ട് വണ്ടികൾ എവിടെ നാട്ടിൽ കാല് കുത്തുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അവർ ആരോപണമായി ഉന്നയിക്കുന്നത് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ രാഹുൽ മങ്കോട്ടത്തിൽ തയ്യാറാകുമോ എന്നവർ ചോദിക്കുന്നത്. CPM ആണ് ചോദിക്കുന്നത്. CPM സെക്രട്ടറിയാണ് ഇന്ന് ചോദിച്ചിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടറി. മറ്റേ ഈ CPM ജില്ലാ സെക്രട്ടറി അല്ലേ? CPM ജില്ലാ സെക്രട്ടറിക്ക് പൊതുവിൽ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അതായത് ബിനിമോൾ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇമ്പിച്ചി ബാവയുടെ, ആ പേരോർത്തോണം, ഇമ്പിച്ചി ബാവയുടെ പൈതൃകം പേറുന്ന ഒരു വ്യക്തിയെ, ആ ഇമ്പിച്ചി ബാവയുടെ പൈതൃകത്തെ ഡമ്മിയാക്കിയത് ജില്ലാ സെക്രട്ടറിയുടെ പ്രത്യേക താല്പര്യമാണെന്ന് പറഞ്ഞിട്ട് ആരോപണമുണ്ടല്ലോ, ആക്ഷേപമുണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ മറുപടി? പിന്നെ ഇപ്പോൾ SDPI എന്നും വെൽഫെയർ പാർട്ടി എന്നും ഒക്കെ ഇവർ പറഞ്ഞു കേൾക്കാൻ കൊള്ളാം. ഈ പിന്നെ വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അഭിമന്യു. ആ അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രതിയുടെ പഞ്ചായത്ത്, അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രതിയുടെ പഞ്ചായത്ത് SDPയും CPM ചേർന്നൊന്നിച്ച് പിരിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി പിരിച്ചിട്ടുണ്ട്. മുക്കം മുനിസിപ്പാലിറ്റി, മുക്കത്ത് നിൽക്കുന്ന ആളുകൾ അവിടെ നിൽപ്പുണ്ട്. മുക്കം വെൽഫെയർ പാർട്ടി ഇവരും ചേർത്ത് ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരാ പേരുകളൊന്നും പറയാൻ യോഗ്യരല്ല. പിന്നെ എൻ്റെ നിലപാട് ഞാൻ തുടക്കത്തിൽ തന്നെ ആരെങ്കിലും പറയുന്നതിന് മുന്നേ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഗീയവാദിയുടെയും ഒറ്റ വർഗീയവാദിയുടെയും വോട്ട് എനിക്ക് വേണ്ട. രാഹുലിന്റെ അതേ കൂട്ടത്തിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ആളാണ് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ അങ്ങനെ അത് CPMന്റെ യഥാർത്ഥ സ്ഥാനാർത്ഥി രാഹുൽ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ മത്സരിക്കുന്നുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റി അംഗമാ. CPMമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആ ചെറുപ്പക്കാരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ CPMന്റെ യഥാർത്ഥ സ്ഥാനാർത്ഥി രാഹുലാണോ? കോൺഗ്രസ് ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. പിൻവലിക്കാൻ മറന്നു. അതും തന്നെ അവർ നോക്കുന്നത്. അങ്ങനെ അന്ന് രാഹുലിനെ എന്താ പിൻവലിക്കാഞ്ഞേ? CPMന്റെ സ്ഥാനാർത്ഥി എന്താ പിൻവലിക്കാഞ്ഞേ? പിന്നെ ഇത് ആരായി പറയുന്നത്? സ്വന്തം ചിഹ്നത്തെ ഡമ്മിയാക്കിയ ആളുകളായി പറയുന്നത്. ഇതിനെയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണവുമായി വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. മണ്ഡലത്തിലെ ജനങ്ങൾ തങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയിട്ടുണ്ട്. ആ തീരുമാനമായിരിക്കും തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ അനുരാഗിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, പാലക്കാട്. പാലക്കാട് കോൺഗ്രസിൽ നിന്നും ഒരാൾ കൂടി പാർട്ടി വിട്ടു. പാലക്കാട് യൂത്ത് കോൺഗ്രസ് ടൗൺ ഈസ്റ്റ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഹക്കീം കൽമണ്ഡപമാണ് പാർട്ടി വിട്ടത്. ഹക്കീം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഡോക്ടർ സരിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ഹക്കീം വ്യക്തമാക്കി. അല്ല, തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഷാഫി പറമ്പിലിൻ്റെ ബ്രിഗേഡ് പറഞ്ഞ് നടന്ന ആൾക്കാരാണ്. ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യങ്ങളും എപ്പോഴുമേ ഇല്ല. നമ്മുടെ ഓരോ കാര്യങ്ങളും അവർക്ക് അറിയണതാണ് ലൈവായിട്ട്. ഇപ്പോൾ നമ്മളൊരു മുഖം ചൊളിഞ്ഞാലടക്കം അവർക്ക് കാര്യങ്ങൾ അറിയാം, ഇന്ന കാരണം കൊണ്ടാണ്. പക്ഷെ അതിനൊരു ഒരു മറുപടി പറയാനോ തീരുമാനങ്ങൾ അറിയിക്കാനൊന്നും പറയില്ല. തോളിൽ തട്ടിയിട്ട് അവരുടെ ഒരു ശൈലിയുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ അങ്ങനെ ലയിച്ചു പോയതാണ്. അതിൽ ഞങ്ങൾക്ക് വിമർശിക്കാനും കഴിയില്ല, പരാതിപ്പെടാനും കഴിയില്ല. അവർ ഈ പറയണത് ഉൾക്കൊണ്ട് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇല്ല എന്നുള്ളതാണ്. ചേലക്കര തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഉഴപ്പ് കാണിച്ചിട്ടില്ല എന്നും അത്തരം പ്രചരണം തെറ്റെന്നും കെ രാധാകൃഷ്ണൻ MP മുഖ്യമന്ത്രിയോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഇത്തരം ആരോപണമുണ്ടെങ്കിൽ പാർട്ടി ഘടകങ്ങളിലാണ് ഉന്നയിക്കപ്പെടുകയെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ചേലക്കരയിൽ ചർച്ചയാവുക രാഷ്ട്രീയവും വികസനവുമാണെന്നും ഇതൊക്കെ UDF പ്രചരണം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും സജീവമായിട്ട് തന്നെയാണ് എല്ലാവരും പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് വിജയിക്കാൻ കഴിയുന്ന എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ എതിരാളികൾക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രയോഗം നടത്തിയാൽ എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ള അന്വേഷണം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വികസനവും ക്ഷേമപ്രവർത്തനവും. ആ കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ജനങ്ങളെ വൈകാരികമായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നുള്ള പരീക്ഷണം നടത്തുക. യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വോട്ടർമാരോട് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ അവർക്ക് രക്ഷയില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ.
മറ്റു വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് വധഭീഷണി. മുംബൈ പോലീസ് കൺട്രോൾ റൂമിലാണ് ഭീഷണി ലഭിച്ചത്. ബാബ സിദ്ദിഖിയെ കൊന്നതുപോലെ യോഗി ആദിത്യനാഥിനെ വധിക്കും എന്നാണ് ഭീഷണി. ഭീഷണി സന്ദേശവുമായി ബന്ധപ്പെട്ട് ഒരു യുവതി പിടിയിലായതായാണ് റിപ്പോർട്ട്. തുടർച്ചയായ ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ ജമ്മു കശ്മീരിൽ വിവിധയിടങ്ങളിൽ വ്യാപക തെരച്ചിൽ. ബന്ദ്ഗാം, ബന്ദിപ്പോര, അനന്ത്നാഗ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ. കഴിഞ്ഞ ദിവസം ശ്രീനഗറിലെ ഖന്യാറിൽ ലഷ്കർ-എ തയ്യബ കമാൻഡർ ഉസ്മാനെയും അനന്ത്നാഗിലെ ഏറ്റുമുട്ടലിൽ മറ്റ് 2 ഭീകരരെയും സുരക്ഷാസേന വധിച്ചിരുന്നു. അനന്ത്നാഗിൽ കൊല്ലപ്പെട്ട 2 ഭീകരരും പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടിയവരാണ്. എന്നാൽ ഇരുവരും തദ്ദേശീയരായ ഭീകരരാണ്. വലിയ തോതിൽ ആയുധശേഖരവും പിടിച്ചെടുത്തിരുന്നു. അതേസമയം സ്വദേശികളല്ലാത്തവർക്ക് നേരെ വീണ്ടും ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണ തോൽവി. വാങ്കഡെ സ്റ്റേഡിയത്തിൽ 25 റൺസിനാണ് ഇന്ത്യ സന്ദർശകരോട് തോറ്റത്. കിവീസ് ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ വെറും 121 റൺസിന് പുറത്താകുകയായിരുന്നു. ഇതോടെ 3 മത്സരങ്ങളുള്ള പരമ്പര ന്യൂസിലാൻഡ് തൂത്തുവാരി. ഋഷഭ് പന്ത് മാത്രമാണ് ഇന്ത്യൻ നിരയിൽ പിടിച്ചു നിന്നത്. പന്ത് 57 പന്തിൽ നിന്ന് 64 റൺസ് എടുത്തു. ന്യൂസിലാൻഡിന് വേണ്ടി അജാസ് പട്ടേൽ 6 വിക്കറ്റ് വീഴ്ത്തി. 9ന് 171 റൺസ് എന്ന നിലയിൽ 3-ാം ദിവസം 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ച ന്യൂസിലാൻഡിന് 3 റൺസ് കൂട്ടിച്ചേർക്കാനേ സാധിച്ചുള്ളൂ. വികസന നേട്ടം പറഞ്ഞുകൊണ്ടുള്ള മുന്നണികളുടെ പ്രചരണം പൊടിപൊടിക്കുമ്പോഴും നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭ ടൗൺ ഹാൾ. കഴിഞ്ഞ 8 വർഷമായി അറ്റകുറ്റപ്പണിക്കായി പൊളിച്ചിട്ട ഹാളിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും 3 മുന്നണികൾക്കും വിട്ടുനിൽക്കാനുമാകില്ല. പാലക്കാടിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിർണായക പങ്കുവഹിച്ച കെട്ടിടമായിരുന്നു നഗരത്തിൽ തലയെടുപ്പോടെ നിന്നിരുന്ന നഗരസഭ ടൗൺ ഹാൾ. 51 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 2018 ഷാഫി പറമ്പിൽ MLA ആയതിനു ശേഷം തുടക്കം കുറിച്ചത്. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ കെട്ടിടത്തിന്റെ 8 വർഷത്തിന് ശേഷമുള്ള അവസ്ഥയാണ് ഇത്. നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച കെട്ടിടം കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞു. 2 തവണ സ്ഥലം MLA ആയിരുന്ന ഷാഫി പറമ്പിലിനും നഗരം ഭരിക്കുന്ന NDAയ്ക്കും സംസ്ഥാനം ഭരിക്കുന്ന LDFനും ഒരേപോലെ ഉത്തരവാദിത്വമാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. അതിനാൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ 3 മുന്നണികൾക്കും ഇത് ഒരു പ്രധാന വിഷയമേ അല്ല. നേതാക്കൾ മറന്ന ടൗൺ ഹാളിന്റെ പ്രതാപകാലം ജനമനസ്സുകളിൽ ഇപ്പോഴും ഉണ്ടാകും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിരലിൽ മഷി പുരളുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഉൾപ്പെടെ മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളിൽ പൊതുജനത്തിന്റെ തീർപ്പും വരും. കഴിഞ്ഞ 7 വർഷമായി പാലക്കാട് ടൗൺ ഹാളിന്റെ ഈ ദുസ്ഥിതി തുടരുകയാണ്. ക്യാമറമാൻ A അനുരാഗിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, പാലക്കാട്. കോഴിക്കോട് പയ്യോളിയിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അരി കടത്തിയ സംഭവത്തിൽ മാനേജരെ സസ്പെൻഡ് ചെയ്തു. മാനേജർ TP രമേശിനെയാണ് അന്വേഷണ വിധേയമായി കോഴിക്കോട് റീജിയണൽ മാനേജർ ഇൻചാർജ് അനൂപ് സസ്പെൻഡ് ചെയ്തത്. ഷോപ്പിൽ 2 ദിവസമായി നടത്തിയ കണക്കെടുപ്പിന്റെയും പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. അരി കടത്തുന്നതായി ആരോപിച്ച് തുറയൂർ സപ്ലൈകോ ഷോപ്പിന് മുന്നിൽ നാട്ടുകാർ മാനേജറുടെ കാർ കഴിഞ്ഞ ദിവസം രാത്രി തടഞ്ഞിരുന്നു. 25 കിലോ വീതമുള്ള 3 സഞ്ചി അരി കാറിന്റെ ഡിക്കിയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. നാട്ടുകാർ പ്രശ്നമാക്കിയതോടെ കാറും അരിയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന രാജകുമാരി പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. നിരവധി കർഷകരും ഗോത്രജനതയും ആശ്രയിക്കുന്ന ആശുപത്രിയിൽ വേണ്ടത്ര ജീവനക്കാരെ നിയമിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇടുക്കി രാജകുമാരി പഞ്ചായത്തിലെ കുരുവിള സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. ഹൈറേഞ്ച് മേഖലയിലെ തന്നെ ആദ്യ സർക്കാർ ആശുപത്രിയാണിത്. 1977 ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. ദിനംപ്രതി 400-ലധികം രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നു. ചിന്നക്കനാൽ, ശാന്തൻപാറ, സേനാപതി, രാജാക്കാട്, രാജകുമാരി, ഉടുമ്പൻചോല, ബൈസൺ വാലി, വെള്ളത്തൂവൽ എന്നീ പഞ്ചായത്തുകളിലെ തോട്ടം തൊഴിലാളികൾക്കും അതിഥി തൊഴിലാളികൾക്കും ഏറെ പ്രയോജനകരമായ ആശുപത്രിയാണിത്. 50 പേരെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുണ്ടെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാൻ തയ്യാറാകാത്തതാണ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റാൻ കാരണം. 3 സ്ഥിരം ഡോക്ടർമാരുണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ 1 ഡോക്ടർ മാത്രമാണ് സേവനമനുഷ്ഠിക്കുന്നത്. നിലവിലിവിടെ കിടത്തി ചികിത്സ ഉള്ള കാരണം ഇപ്പം നിലവിലിപ്പം നിന്ന് വയ്ക്കുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നിലവിൽ ഒരു കിടത്തി ചികിത്സ ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിലെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടനയാണ്. ഹൈറേഞ്ചിലെ നിർധനരായ രോഗികൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിന് വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ഒരു കിടത്തി ചികിത്സയോ യാതൊരുവിധ സംവിധാനങ്ങളോ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇരിക്കുന്നത്.
ഏകദേശം 2 ഏക്കറോളം ഭൂമി ഈ ഹോസ്പിറ്റലിന് സ്വന്തമായിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിനെ ഒരു ജനറൽ ഹോസ്പിറ്റലായി ഉയർത്തുകയും ഇവിടുത്തെ ആശുപത്രി ജീവനക്കാരുടെ എണ്ണത്തിലും കുറവാണ്. നിലവിൽ മൂന്നോളം ഡോക്ടർമാർ പ്രവർത്തിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിലവിൽ ഒരു ഡോക്ടർ മാത്രമാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. 2 ഏക്കറോളം സ്ഥലം ആശുപത്രിക്ക് സ്വന്തമായുണ്ട്. കെട്ടിടങ്ങൾ നവീകരിക്കുകയും വേണ്ടത്ര ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. ഭാഷാദിനത്തിൽ വിശിഷ്ട സേവനത്തിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്ത മെഡലിലെ പിഴവിൽ അന്വേഷണം നടത്തും. പോലീസ് ആസ്ഥാനത്തെ DIGയാണ് അന്വേഷിക്കുക. കരാർ നൽകിയതിലെ കാലതാമസം ഉൾപ്പെടെ അന്വേഷിക്കും. അക്ഷരത്തെറ്റ് വന്നതിനാൽ മുൻപ് മാറ്റിവെച്ച മെഡലുകൾ വീണ്ടും നൽകിയെന്നാണ് സംശയിക്കുന്നത്. ഛത്തീസ്ഗഡിൽ പോലീസുകാർക്കെതിരെ മാവോയിസ്റ്റ് ആക്രമണം. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ജാഗർഗുണ്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ഛത്തീസ്ഗഡിലെ സുഖ്മ ജില്ലയിലാണ് അപകടമുണ്ടായത്. മൂർച്ചയേറിയ ആയുധങ്ങൾ വെച്ച് മാവോയിസ്റ്റുകാർ പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി മെഡിസെപ് പൊളിച്ചു പണിയാൻ നീക്കം. പദ്ധതിയെക്കുറിച്ച് വിമർശനങ്ങൾ ഉയരുന്നതിനാൽ പ്രീമിയം തുക ഉയർത്തുന്നത് അടക്കമുള്ള മാറ്റങ്ങളോടെയാകും 2ാം ഘട്ടം നടപ്പിലാക്കുക. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ അധ്യക്ഷനായ വിദഗ്ധ സമിതിയെ രൂപീകരിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. സാങ്കേതിക ഉപദേഷ്ടാവായി അരുൺ B. നായരെയും നിയോഗിച്ചു. നിലവിലുള്ള പാളിച്ചകൾ തിരുത്തി ജീവനക്കാർക്ക് കൂടുതൽ ഗുണപ്രദമായ രീതിയിൽ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. പദ്ധതി നടത്തിപ്പുകാരായ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായുള്ള കരാർ അടുത്ത ജൂണിൽ അവസാനിക്കും. പദ്ധതി താളം തെറ്റിയതോടെയാണ് നടപടി. പദ്ധതിക്കെതിരെ ജീവനക്കാരുടെ സംഘടനകൾ രംഗത്തെത്തി. പല വൻകിട ആശുപത്രികളും പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരുന്നു. വിമർശനങ്ങൾ കണക്കിലെടുത്താകും 2ാം ഘട്ടം നടപ്പിലാക്കുക. ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമനാണ് സമിതി അധ്യക്ഷൻ. പാക്കേജുകളും ചികിത്സാ നിരക്കുകളും പരിഷ്കരിക്കും. വാർത്തകൾ പൂർണ്ണമാകും. നമസ്കാരം.